ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചീരപ്പേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പച്ചച്ചീരയാണ് ഞാൻ ഇവിടെ എടുത്തുള്ളത്. ചീര എടുത്ത് അത് അരിഞ്ഞ് നന്നായിട്ട് കഴുകുക. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ ചിരകിയത് വേണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത്, 2 വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അത് നന്നായിട്ട് അരച്ച് ഈ ഒരു ഇതിലായിട്ട് എടുക്കുക. നമുക്ക് ചട്ടി ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ കടുക് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളകും ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ ഇത് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചീര ഇട്ട് കൊടുക്കുക. ചീര ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് ഇളക്കി കൊടുത്ത് ഒരു 5-10 മിനിറ്റ് അത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം അപ്പോഴേക്ക് നന്നായിട്ട് അത് വെന്തിട്ടുണ്ടാവും. അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ ചോറെടുത്തതിന് ശേഷം നമ്മൾ നല്ല കുടംപുളി ഇട്ട് വെച്ച കുടുതക്കറിയാണ്. നല്ല രസമുള്ള മീൻ കറിയായിരുന്നു കേട്ടോ. നല്ല ചോറെടുത്ത ശേഷം ഞാൻ മീൻ കറി ഒഴിച്ച് എന്നിട്ട് നമ്മൾ പിന്നെ കുടുത വറുത്തത് എടുത്ത് പിന്നെ നമ്മൾ നമ്മുടെ ഉണ്ടാക്കിയ ഉപ്പേരി എടുത്തു. അതിന് ശേഷം നമ്മൾ പപ്പടം ഇട്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.